നമസ്കാരം. ഞാൻ ഡോക്ടർ അളകനന്ദ, ആയുർവേദ ഡോക്ടർ ആൻഡ് യോഗ ഇൻസ്ട്രക്ടർ. എന്തൊരു ചൂടാണല്ലേ അന്തരീക്ഷത്തിൽ. ഓരോ വർഷം കഴിയുന്തോറും അന്തരീക്ഷ താപനില ഉയർന്നു വരികയാണ്. ആയുർവേദത്തിൽ ഈ വേനൽക്കാലത്തിനെ ഗ്രീഷ്മ ഋതു എന്നാണ് പറയുന്നത്. ആയുർവേദ പ്രകാരം ഒരു വർഷത്തിൽ 6 ഋതുക്കളാണ് വരുന്നത്. ഓരോ ഋതുക്കളും 2 മാസമാണ് വരുന്നത്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്ത് ഇവയാണ് ഈ 6 ഋതുക്കൾ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ഒരു മനുഷ്യൻ ആരോഗ്യപൂർണമായി ഇരിക്കുന്നതിനും രോഗം വരാതിരിക്കുന്നതിനും വേണ്ടിയിട്ടായി ദിനചര്യ, ഋതുചര്യ എന്നീ 2 ചര്യകളെ പറ്റി പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ദിനചര്യ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ രാവിലെ ഉണർന്നത് മുതൽ കിടക്കുന്നത് വരെയുള്ള സമയത്ത് ചെയ്യേണ്ട ചില രീതികളാണ്. അത് ആഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജീവിത രീതിയുടെ കാര്യത്തിലാണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ദിനചര്യയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഋതുചര്യയില് ഈ 6 ഋതുക്കളിലും ഒരു മനുഷ്യൻ ശീലിക്കേണ്ട ആഹാരക്രമത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയുമാണ് പറയുന്നത്. ഈ ദിനചര്യയിലും ഋതുചര്യയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ പോസിറ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഗ്രീഷ്മ ഋതുവിൽ അന്തരീക്ഷ താപനില ഉയരുന്നതിന്റെ ഫലമായിട്ട് മനുഷ്യ ശരീരത്തിൽ കഫം എന്ന് പറയുന്ന ഫാക്ടർ കുറയുകയും വാദം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രീഷ്മ ഋതുവിൽ കഫത്തിനെയും വാദത്തിനെയും ബാലൻസ് ചെയ്ത് സമാവസ്ഥയിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ആഹാര രീതിയിലും ജീവിത രീതിയിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതാണ് ഈ ഗ്രീഷ്മ ഋതുചര്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആഹാര രീതിയിൽ ഈ ഗ്രീഷ്മകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. എരിവുള്ളതും പുളിയുള്ളതും ഉപ്പ് കൂടുതലായിട്ടുള്ളതുമായിട്ടുള്ള ആഹാരങ്ങൾ നിയന്ത്രിക്കുക. വറുത്തതും വിനാഗിരി, അച്ചാറുകൾ മുതലായവയൊക്കെ നിയന്ത്രിക്കുക. ഇതിനു പകരം മധുരാംശമുള്ളതും ശീതളമായിട്ടുള്ളതും ഓയിലി ആയിട്ടുള്ളതും ദ്രാവകാംശം കൂടുതലുമായിട്ടുള്ള ആഹാരങ്ങളും പാനീയങ്ങളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. മാംസരസം, അതായത് മാംസം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സൂപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് മലർപ്പൊടി, പഞ്ചസാര ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മലരിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഈ വേനൽക്കാലത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാനീയങ്ങൾ നിർമ്മിക്കാവുന്നതാണ്. രാമച്ചം ചേർത്ത് വെള്ളം തിളപ്പിക്കാം, അറുനീണ്ടി ചേർത്ത് വെള്ളം തിളപ്പിക്കാം, ബാർലി ഇട്ട് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ദാഹശമനി പൊടികൾ ചേർത്തിട്ടും വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഉളൂച്ചാതി കഷായ ചൂർണമോ അല്ലെങ്കിൽ ദ്രാക്ഷാതി കഷായ ചൂർണമോ ചേർത്ത് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതികഠിനമായിട്ടുള്ള ദാഹം, ശരീരത്തിലുണ്ടാവുന്ന ചൂട്, ക്ഷീണം മുതലായവയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു പാനീയമാണ് പഞ്ചസാരം എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് തേന്, പഞ്ചസാര, മുന്തിരിങ്ങ, ഈന്തപ്പഴം, ചിറ്റീന്തൽ ഇവയൊക്കെ ചേർത്ത് നിർമ്മിക്കുന്ന പാനീയം ദാഹം ശമിക്കുന്നതിനായിട്ടും ശരീരത്തിനെ തണുപ്പിക്കുകയും വിശപ്പിന് ശമനം ലഭിക്കുന്നതുമാണ്. ഇളനീർ ഉപയോഗിക്കാം. ഇളനീർ കുടിക്കുന്നതിനും അത് കഴിക്കാനായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്നാണ് കരിമ്പിൻ ജ്യൂസ്. സംഭാരം ഉപയോഗിക്കാം, തൈര് ഉപയോഗിക്കാം. പിന്നെ മൺകൂജയിൽ വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ടും ഉപയോഗിക്കാം. ഇത്രയൊക്കെ വെള്ളം കുടിച്ചിട്ട് നിങ്ങൾക്ക് ദാഹം മാറുന്നില്ല എങ്കിൽ ആചാര്യൻ ചരകൻ പറഞ്ഞതുപോലെ ഒരു ഇഷ്ടികയോ അല്ലെങ്കിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഓടോ വെള്ളത്തിൽ ചേർത്ത് തിളപ്പിക്കുക. അത് ആറിയതിനു ശേഷം ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം ആറിയ ശേഷവും കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊരു നല്ലൊരു പാനീയമാണ് എരുമപ്പാൽ പഞ്ചസാര ചേർത്ത് കുടിക്കുക എന്നത്. ഈ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾക്ക് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നതായിരിക്കും ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ നല്ലത്. അതുപോലെ നമ്മൾ ഈ സമയത്ത് ശീലിക്കേണ്ട മറ്റൊരു കാര്യമാണ് തണുത്ത ജലത്തിലുള്ള കുളി. ആ തണുത്ത ജലത്തിൽ നമുക്ക് രാമച്ചം ഇട്ട് തിളപ്പിച്ച വെള്ളം ആറിച്ചതിന് ശേഷം അത് കുളിക്കാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് റോസാപ്പൂ ചേർത്തിട്ടുള്ള വെള്ളമോ കുളിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടും ശരീരത്തിന് നല്ല കൂളിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുക, അല്ലെങ്കിൽ കൈ കഴുകുക, കാല് തണുപ്പിക്കുക, ഇതൊക്കെ നല്ല മാർഗങ്ങളാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് പകൽ ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങുന്നത് കുറയ്ക്കുക. ഇനി ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്ത് പ്രൊട്ടക്ഷൻ വരുത്താവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ട് പറയുന്നത് വ്യായാമം അധികമായി ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ബോഡിക്ക് കൂടുതൽ ആയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മദ്യപാനം തീരെ പാടില്ല എന്ന്. ആധുനിക ഗവേഷണത്തിന്റെ ഒക്കെ ഫലമായിട്ട് ഓരോ മനുഷ്യനും 25 കിലോ ഭാരത്തിൽ ഓരോ ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ വേനൽക്കാലത്ത് ഓരോ ആൾക്കാരും അവരുടെ ഭാരത്തിനനുസരിച്ചും അതിനേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് നമ്മുടെ നിർജ്ജലീകരണം തടയാൻ സഹായിക്കുന്നതാണ്. എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടും കൂടിയുള്ള ജീവിതം ആസ്വദിക്കും. നന്ദി.